നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള പോർച്ചുഗീസ് ടീമിൻ്റെ ക്യാമ്പ് ഇന്നലെ ആരംഭിച്ചു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ച അവരുടെ 4 താരങ്ങൾ ഒഴികെ ബാക്കിയുള്ള താരങ്ങളൊക്കെ ഇന്നലെ ക്യാമ്പിലെത്തുകയും ചെയ്തു. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത് റൂബൻ നെവസ് ആയിരുന്നു. അദ്ദേഹത്തിനാണ് ഇന്നലെ പ്രസ് കോൺഫറൻസ് ഡ്യൂട്ടി കൊടുത്തത്. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഡിയേഗോ ജോട്ടയെക്കുറിച്ചുള്ള ചോദ്യം വന്നു. നമുക്കറിയാം, ജോട്ട യുവേഫ നേഷൻസ് ലീഗിൽ കിരീടം ചൂടിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കഴിഞ്ഞ ജൂലൈ 3 സ്പെയിനിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നത്. സോ ജോട്ടയുണ്ടായിരുന്നെങ്കിൽ ഈ വേൾഡ് കപ്പിന് എന്തായാലും അവരുടെ സ്ക്വാഡിൽ ഉണ്ടാവേണ്ട കളിക്കാരനാണ്. ഇപ്പോൾ റൂബൻ നെവസ് അത് എടുത്തു പറയുന്നു. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പലവട്ടം ഞങ്ങളിത് സംസാരിച്ചതാണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുക. ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് വേണം. ആ എക്സ്ട്രാ സ്ട്രെങ്ത് ഡിയേഗോ ജോട്ടയുടെ ഓർമ്മകളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ദിസ് വിൽ ബി വൺ ഓഫ് ദി തിങ്സ് ദാറ്റ് ക്യാൻ ഗിവ് അസ് ദി എക്സ്ട്രാ സ്ട്രെങ്ത് അറ്റ് സർട്ടൻ മൊമെൻറ്റ്സ് ആൻഡ് ഹെൽപ്പ് അസ് ടു ഗെറ്റ് വേർ വി വാണ്ട് ടു ഗോ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമായിട്ട്, അതിലൂടെ എക്സ്ട്രാ സ്ട്രെങ്ത് ലഭിക്കുന്ന ഒരു കാര്യമായിട്ട് അവൻ്റെ ഓർമ്മകൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണിപ്പോൾ റൂബൻ നെവസ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ജോട്ടയ്ക്ക് വേണ്ടി ഈ കിരീടം പോർച്ചുഗൽ നേടുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ ഒരു ടീമിനെക്കുറിച്ചും. ടീമിന് വലിയ പ്രഷറുണ്ടോ? കാരണം വേൾഡ് കപ്പാണ് കളിക്കാൻ പോകുന്നത്. നല്ല സ്ക്വാഡുണ്ട്, ഇത്തവണ വേൾഡ് കപ്പ് നേടണം. അപ്പോൾ പ്രഷറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ദേശീയ ടീമിലെ ഈ താരങ്ങൾ ഇത്തരത്തിലുള്ള പ്രഷറുകൾ നേരത്തെയും അനുഭവിച്ച് മുന്നോട്ട് പോയി നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാണ്. അത് വേൾഡ് കപ്പിലല്ലെങ്കിലും യുവേഫ ചാമ്പ്യൻസ് ലീഗ് നോക്കുക. റീസെൻ്റ്ലി ഞങ്ങളുടെ 4 താരങ്ങൾ ന്യൂനോ മെൻഡസ്, വിറ്റീഞ്ഞ, ജാവോ നെവസ്, ഗോൺസാലോ റാമോസ് ചാമ്പ്യൻസ് ലീഗിൽ തുടരെ 2 തവണ കിരീടം ചൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല പ്രഷറൊക്കെ ഉള്ള ടൂർണമെൻറ്റുകളാണ് വിജയിച്ചു വരുന്നത്. ഈ ടീം യങ് ടീമായിരിക്കാം, പക്ഷെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ക്വാളിറ്റി നന്നായിട്ട് ഞങ്ങൾക്കറിയാം. ഇനി ആ ഗ്രേറ്റ് തിങ്സ് പോർച്ചുഗലിന് വേണ്ടി നേടിയെടുക്കണം. അതാണ് ലക്ഷ്യം. ഞങ്ങളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഫൈനലിലെത്തുക, എന്നിട്ട് വേൾഡ് കപ്പ് ഞങ്ങളുടെ കരങ്ങളിലാക്കിക്കൊണ്ട് തിരികെ വരിക. Our aim is to reach the final, win and return with the World Cup in our hands. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഗോള് പിക്ക് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതല്ല ഞങ്ങൾക്ക് ഇവിടെ ലക്ഷ്യം. ഒരു ടീം ഗോൾ, ടീം എന്ന നിലയിൽ കിരീടം ചൂടണം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നിപ്പോൾ അവരുടെ താരം റൂബൻ നെവസ് പറയുന്നു. 2016 യൂറോ കപ്പിലെ ചാമ്പ്യന്മാരായിരുന്നു പോർച്ചുഗൽ. ഇക്കഴിഞ്ഞ യുവേഫ നേഷൻസ് ലീഗിൽ അവർ മൊത്തമിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ വേൾഡ് കപ്പിൽ ഒരിക്കൽ പോലും അവർക്ക് കിരീടം ചൂടാൻ പറ്റിയിട്ടില്ല. 1966 വേൾഡ് കപ്പിൽ 3-ാം സ്ഥാനം കൊണ്ട് മടങ്ങിയതാണ് അവരുടെ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയുന്നത്. ഇത്തവണ എന്ത് നേട്ടത്തിലേക്ക് പോകും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പിൽ അവരുടെ ആദ്യ മത്സരം ഗ്രൂപ്പ് കെയിൽ ജൂൺ 17 DR കോങ്കോക്കെതിരെയാണ്. ജൂൺ 23 അവർ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ജൂൺ 27 അവർ കൊളംബിയക്കെതിരെയും കളിക്കും. എന്തായാലും ജൂൺ 12 വരെ പോർച്ചുഗലിൽ തന്നെ അവർ ട്രെയിനിങ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ ആദ്യ മത്സരം ജൂൺ 17 മാത്രമേ ഉള്ളൂ. അപ്പോൾ ജൂൺ 12 കഴിഞ്ഞിട്ടാണ് അവർ അമേരിക്കയിലേക്ക് പറക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.